ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക്കലി നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ച കണ്ട് കഴിഞ്ഞാൽ തോന്നുന്നു നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട്. എന്താണ് ഇത്ര നാളെ ലോങ് വീഡിയോസ് ഇടാഞ്ഞെന്ന് ചോദിച്ചാൽ മടിയായിരുന്നു കേട്ടോ. ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് ഇപ്പൊ കോളേജിലൊക്കെ പോയി വരുമ്പോഴത്തേക്കും ടയേർഡാവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഞാൻ എന്തോ ചെയ്തു, 30 days ചാലഞ്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതാകുമ്പോ പിന്നെ നമുക്ക് ഇങ്ങനെ ഡെയിലി വീഡിയോ ഇടാനുണ്ടല്ലോ. ഇന്ന് നമ്മുടെ കോളേജിൽ യൂണിയൻ ഇനോഗ്രേഷൻ ആണ്. അപ്പൊ അതിന് പോവാൻ വേണ്ടിട്ട് ഞാൻ ഇതുപോലെ റെഡി ആയിട്ട് നിൽക്കുക. കോളേജ് യൂണിയന്റെ മേക്കപ്പ് ലുക്ക്. ഇപ്രാവശ്യം ഞാൻ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടാണ് ഒരുങ്ങിയത്. സത്യസന്ധമായിട്ട് മറുപടി പറയണേ, ഞാൻ ഇന്ന് ഒരുങ്ങിയത് എങ്ങനെയുണ്ട്? കൊള്ളാവാ? സാധാരണ ഇങ്ങനൊന്നും അല്ല കേട്ടോ പറയുന്നത്. കാരണം ഇന്ന് ഭയങ്കര സിമ്പിൾ മേക്കപ്പ് ലുക്കാ ചെയ്തേ. കാരണം ഇന്ന് എന്റെ പരിപാടി ഒന്നുമില്ല. കോളേജിൽ എന്ന് ഞാൻ ജോയിൻ ചെയ്തോ അന്ന് മുതൽ ഏത് പരിപാടി ഉണ്ടായാലും എന്റെ പാട്ട് അവിടെ കാണും. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇപ്രാവശ്യം ഞാൻ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ വ്ലോഗ് ഒക്കെ എടുത്ത് ചില്ല് ചെയ്ത് നടക്കാന്ന് വിചാരിച്ച്. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഡെയിലി വ്ലോഗ് ചാലഞ്ചും എടുക്കണം വീഡിയോസ് ആയിട്ട്. ഗസ്റ്റ് ഒക്കെ ആരാന്നൊക്കെ ഞാൻ കോളേജിൽ ചെന്നിട്ട് പറയാം. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ച് നേരെ ബസ് കയറി കോളേജിൽ ചെന്നിട്ട് അവിടുത്തെ വിഷ്വൽസ് ബാക്കി കാണിച്ചു തരാം കേട്ടോ. സോ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ കൊട്ടിയെത്തിയപ്പോൾ എൻ്റെ ജൂനിയേഴ്സ് കുറെ പേര് വിചാരിക്കുവേ എൻ്റെ ക്ലാസ്സിൽ ഉള്ള പിള്ളേരെ കാട്ടി ജൂനിയേഴ്സ് ആയിട്ടാണ് കമ്പനിന്ന്. ആണോന്ന് വെച്ചാൽ ആണ് കേട്ടാ. പക്ഷെ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരായിട്ട് നടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ കൂടുതൽ ഇവരുമായിട്ടാ. ഇവരെന്നെ വഴിതെറ്റിച്ച്. ചുമ്മാതെ ഇവര് നല്ല പിള്ളേരാ, അതുകൊണ്ട് ഞാൻ കമ്പനിയായി കൂടെ നടക്കുക. പിന്നൊരു കാര്യം, ഞാൻ വരുമെന്ന് പവിത്രടുത്ത് പറഞ്ഞിട്ടില്ല. അവൾക്ക് സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്നലെ അവളടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിടാൻ ഉടുപ്പില്ല, അതുകൊണ്ട് ഞാൻ വരുത്തില്ല എന്നൊക്കെ. അപ്പം എൻ്റെ അടുത്ത് ഞാൻ മിണ്ടത്തില്ല, നീ പോ എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങിയിരിക്കുക. ഇപ്പം നിങ്ങളെ വിളിച്ച് പറഞ്ഞല്ലേ ക്ലാസ്സിൽ പോയി സർപ്രൈസ് കൊടുക്കുക. എനിക്കറിയത്തില്ല റിയാക്ഷൻ എന്തുവാ. അത് കോളേജ് എത്തി, നമുക്ക് മേളെ പോയി സർപ്രൈസ് കൊടുക്കാം. എന്താ ഭദ്രാളിക്കുവാ എന്തുവാ ഞാൻ റിയാക്ഷൻ അറിയാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ വരൂലെന്ന്. ആണേ അത് തന്നെ നിനക്ക് വട്ടായി. അതെന്റെ സർപ്രൈസ്. അയ്യോ പിണക്കായിരുന്നേ, രാവിലെ മെസ്സേജ് ഒന്നും ഇട്ടില്ല. ഇങ്ങോട്ട് നോക്ക്. എന്തിടാത്ത കുണുവാവേ. ഇത് ഞാനിപ്പോ ഫസ്റ്റ് ഇയറിന്റെ ക്ലാസ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ. ഇച്ചിരി ഒന്ന് വായടാ. അപ്പൊ ഇതാണ് നമ്മുടെ, ഇതാരാ നിങ്ങളുടെ ഇവരുടെ ക്ലാസ്സിലെ ലേഡി റപ്പ, ഇവരുടെ ക്ലാസ്സിലെ. അതുകൊണ്ട് റപ്പായോണ്ടാണ് സാരി. പിന്നല്ലേ കുത്തുന്നേ. അതെ, ദിസ് ഈസ് മൈ ബ്ലോഗ്. ഇവരുടെ റപ്പിന്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പോവാ. ക്ലാസ്സിലാരാ? ഇത് ക്ലാസ് റപ്പ്, ഇത് ലേഡി റപ്പ്. ഓക്കെ. നിങ്ങളുടെ അതിനൊന്നും പറഞ്ഞില്ലല്ലോ. പിള്ളേർക്ക്, ഞങ്ങൾക്ക് പോലും കാര്യമില്ല. ആരാ വരുന്നേ? ജസ്റ്റിസ് മെന്റലിസ്റ്റ് അനന്തു പറ. മെന്റലിസ്റ്റ് അനന്തു. മനോഹരമായ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത്.
ആദ്യം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ രാജേഷ് കുമാർ സാറിനെ പറ്റി പ്രേക്ഷകരുടെ മനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ രസകരമായിട്ട് പിടികൂടി എല്ലാവരുടെയും മുന്നിലേക്ക് രസകരമായി അവതരിപ്പിക്കുന്ന ഒരു അതുല്യ കലാകാരനാണ്. നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് വളരെ തിരക്കുകൾക്കിടയിലും നമ്മുടെ കൊച്ചു കോളേജിലേക്ക് എത്തിച്ചേരാൻ മനസ്സ് കാണിച്ച അദ്ദേഹത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി വളരെയധികം അൺപ്ലാൻഡ് ആയിട്ട് ഞാൻ ഒരു പാട്ടൊക്കെ പാടി. ഇവിടെ എല്ലാം മേൽനോട്ടമൊക്കെ ചെയ്യുന്ന എല്ലാവരും ഓടി നടക്കുന്ന ഒരു ചെറുക്കനാണ്. പാർട്ടിയുടെ ആരാ? പ്രധാനപ്പെട്ട ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ ഫോട്ടോസ് എടുക്കാൻ പോകും. ഞാൻ ഒന്നും വ്ളോഗ് എടുത്തില്ല, എനിക്ക് ചാർജ് ഇല്ലായിരുന്നു ഫോണിൽ. എന്റെ പാട്ട് കഴിഞ്ഞു.
പക്ഷെ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ആദ്യത്തെ ഒന്ന് ചോദിച്ച ഒരു പാട്ട് പാടുമോ പെട്ടെന്ന്, അങ്ങനെ ഞാൻ പാടി. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. വൈകിട്ട് തന്നെ DJ ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം വ്ളോഗിൽ കാണിച്ചത്. ഇപ്പം ഇവരുടെ ഫോട്ടോസ് എടുത്ത് കൊടുക്കലാണ് എൻ്റെ പണി. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാം. വീട്ടിൽ ചെന്ന് കഴിക്കാം. ഇനി അടുത്ത പരിപാടി എന്തുവാ? ഓക്കെ. പരിപാടി തീർന്നിട്ടില്ലായിരുന്നു. 3:30 കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം വീട്ടിൽ വന്നിട്ട് ട്യൂഷൻ എടുക്കണമായിരുന്നു. അങ്ങനെ നേരെ വീട്ടിൽ വന്ന് ഫുഡും കഴിച്ച് ട്യൂഷനും എടുത്ത് രാത്രിയായപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കിടന്നു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ യൂണിയൻ ഡേ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ വ്ളോഗ്. ബൈ ബൈ.